പടം ഒറ്റവാക്കി പറഞ്ഞ് ഈ ഓണം വിന്നർ ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. നിങ്ങൾ ഈ സിനിമ എന്തായാലും കാണണം. നിങ്ങൾക്കുള്ള കുട്ടി എപ്പോഴെങ്കിലും വരും. ബത്ലഹീം കുടുംബ യൂണിറ്റ് ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഇറക്കിയ പടമാണ്. നിവിൻ പോളിനെ നായകനാക്കി ഗിരീഷ് ഏടി സംവിധാനം ചെയ്യുന്ന മൂവി എന്ന് കേട്ടപ്പോൾ തന്നെ നേരത്തെ ഒരു ഇതുണ്ടായിരുന്നു. ഗിരീഷ് ഏടിയുടെ 5ാമത്തെ പടമാണ്. പുള്ളി തുടങ്ങിയത് തണ്ണീർമത്തനിലാണ്. തണ്ണീർമത്തൻ, പിന്നീട് പോകുന്ന സൂപ്പർ ശരണ്യ, പിന്നീട് വന്നത് അയം കാതലൻ, പ്രേമലു. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും. പ്രേമലു, അയം കാതലൻ, എല്ലാത്തിലും തീം ഒന്ന് തന്നെയാണ്. ലവ് എന്നുള്ള സംഭവമാണ്. ഒന്ന് സ്കൂൾ കാലഘട്ടത്തിലെ പ്രണയം പറഞ്ഞു, പിന്നീട് കോളേജ് കാലഘട്ടത്തിലെ പ്രണയം പറഞ്ഞു. അയം കാതലിലെ പ്രണയം എങ്ങനെ അത് പറയേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പ്രേമലു ഓക്കെ, റോംകോം, ആ രീതിയിൽ ഒരു സെയിം ഏജ് സംഭവത്തിൻ്റെ ഇത് പറഞ്ഞു. ഇതിപ്പം പ്രായം കൂടുതൽ കുറവുമുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രണയവും ഈ ബത്ലഹീം കുടുംബ യൂണിറ്റിലൂടെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. പടം ഒറ്റവാക്കി പറഞ്ഞ് ഈ ഓണം വിന്നർ ഇപ്പം മലയാള സിനിമയിലെ നോക്കുകയാണെങ്കിൽ ഓണം വിന്നർ ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. കുറേ നാൾക്ക് ശേഷം ഒരു ഫീൽ ഗുഡ് മൂവി. വലിയ സംഭവമാണെന്ന് ചോദിച്ചാൽ സംഭവമല്ല, ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ബത്ലഹീം കുടുംബ യൂണിറ്റ്. കുറേ ചിരിക്കാനുണ്ട്. മൈന്യൂട്ട് സംഭവങ്ങളാണ്. സുരേഷ് കൃഷ്ണയൊക്കെ ആറാടുകയായിരുന്നു. പുള്ളി നല്ല ചെറിയ ചെറിയ സാധനം ഇട്ടിട്ട് നമ്മളെ ചിരിപ്പിക്കാൻ പരമാവധി നോക്കുന്നുണ്ട്, നല്ല ചിരിപ്പിക്കുന്നുണ്ട്. ക്യാരക്ടേഴ്സ്, കുറേ ആക്ടേഴ്സ് ഇതിനകത്ത് ക്യാരക്ടേഴ്സായിട്ട് വരുന്നുണ്ട്. നിവിൻ മമിത കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. സംഗീത് പ്രതാപ് ആയാലും, ശ്യാം മോഹൻ, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ പറഞ്ഞു, സൃന്ദ, ബിന്ദു പണിക്കർ ഒരു ചെറിയ റോളിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഭാവന സ്റ്റുഡിയോസ്, ഒരു മിനിമം ഗ്യാരണ്ടി പ്രൊഡക്ഷൻ കമ്പനിയാണ്. പടം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ഹിറ്റ് കുറഞ്ഞത് ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും അവർക്ക് ഈ ഓണം വിന്നർ അവർക്കും കൂടെയുള്ളതാണ്. കാരണം അധികം പ്രൊമോഷൻസിൽ പോലും പങ്കെടുക്കാത്ത ഒരാളാണ് ഫഹദ് ഫാസിൽ. സ്വന്തം സിനിമയുടെ തന്നെ അങ്ങനെ അധികം കാണാറില്ല. പുള്ളി ഇതിൻ്റെ പ്രൊമോഷനിലോട്ട് വരുന്നു എന്ന സംഭവം തന്നെ. പിന്നെ ഏജ് ഗ്യാപ്പിൻ്റെ ഒരു പ്രേമം ലവ് അതുകൊണ്ടാണോ എന്നുള്ള സംഭവമൊക്കെ ഉണ്ട്. എന്തായാലും നൈസായിരുന്നു. കഥ എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റിൽ തുടങ്ങി പാസ്റ്റിൽ പോയി വീണ്ടും പ്രസൻറ്റിലോട്ട് വരുന്ന രീതിയിലാണ് സംഭവം. ഒരു കാറ്ററിംഗ് ആൻഡ് ഈവൻറ്റ് കമ്പനി നടത്തി വരുന്ന ഒരു നായകൻ, ഒരു പെൺകുട്ടി ആ നാട്ടിലോട്ട് കടന്നു വരുന്നു, പ്രണയമുണ്ടാകുന്നു, പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമയിലുള്ളത്. നിവിൻ്റെ ഭാഗം ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഏജ് സംഭവങ്ങളൊക്കെ ലെവലായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ തോന്നി. എന്തായാലും നിവിൻ്റെ ശരിക്കും പറഞ്ഞ ഒരു നല്ലൊരു മൂവിയായിട്ട് ഇതിന് മുന്നേ അറിയാൻ സർവ്വമായതിനേക്കാളും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ മൂവിയാണ്. ഇതൊരു നല്ലൊരു കുടുംബ പ്രേക്ഷകർക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയായിരിക്കും. തിയേറ്ററിൽ തന്നെ കാണാം. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ വിഷ്ണു വിജയ് മ്യൂസിക്. പാട്ടൊക്കെ അല്ലാതെ ഇറക്കി വിട്ടപ്പം എനിക്ക് അത്ര സുഖം തോന്നിയില്ല. ഇപ്പം സിനിമയായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുമ്പം അത് നല്ല രസമുണ്ടായിരുന്നു. കുറേ ഒട്ടനവധി മ്യൂസിക്കിനകത്ത് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി അജ്മൽ സാബു, എഡിറ്റഡ് ബൈ ആകാശ് ജോസഫ് വർഗീസ്. അങ്ങനെയാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. എന്തായാലും പിന്നെ ഗിരീഷ് ഏടി ഇപ്പം ഇതിൻ്റെ പ്രേമത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തു തോന്നുന്നു. ഇനി പുള്ളി പ്രേമം വിട്ടിട്ട് സബ്ജക്റ്റ് വിട്ടിട്ട് പ്രേമം എന്നുള്ളൊരു സബ്ജക്റ്റ് വിട്ടിട്ട് വേറെ ജോണേഴ്സിലോട്ട് ഇനി പോകാൻ സാധ്യതയുണ്ടോ? അല്ല പ്രേമത്തിൻ്റെ തന്നെ വേറെ പല സംഭവങ്ങളും പുള്ളി കണ്ടുപിടിച്ചിട്ടുണ്ടോ അടുത്ത പടത്തിൽ പ്രയോഗിക്കാൻ എന്ന് നോക്കിയിരിക്കുകയാണ്. ഒരു ബ്രഹ്മനൊരു സൂപ്പർ ഹിറ്റിന് ശേഷമാണ് ഇങ്ങനെയൊരു സൂപ്പർ ഹിറ്റ് പടം ആയിട്ട് വരുന്നത്. ഇതിൽ
റോഷൻ എന്ന് പറഞ്ഞ നമ്മുടെ റോഷൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറും എല്ലാം ബെറ്ററായിരുന്നു. നമ്മൾ തിയേറ്ററിൽ പോകുന്നത് ഒരു പീസ്, ഒരു സന്തോഷം, അതെല്ലാം ഇതിനു വേണ്ടിയാണ്. അങ്ങനെ നോക്കിയിട്ട് ഈ ഓണത്തിന് പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മൂവി ഇത് തന്നെയായിരിക്കും. ഇതിൽ പ്രണയം ആണെങ്കിലും പക്ഷേ അത് പറഞ്ഞു പോകുന്ന നാട്ടിൻപുറത്തിൻ്റെ സംഭവങ്ങളും ഇതെല്ലാം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടാവുന്ന കുറേ എലമെൻറ്റ്സ്, കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഗിരീഷ് ഏടി ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഗിരീഷ് ഏട്ടൻ ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. പുള്ളി ഒരു എന്ത് രസമായിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നതെന്ന് ചിന്തിക്കുകയാണ്. ഇങ്ങനെ ഒരു തീം വെച്ചിട്ട് പല സംഭവങ്ങളിലും ഉണ്ടായിട്ടുണ്ടാവാം പല സിനിമകളിലും. പക്ഷേ പുള്ളി ചെയ്യുന്ന ഒരു രീതി ഒരു വെറൈറ്റി പിടുത്തമാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പടമാണ്. അടുത്തൊന്നും ഒരു പടത്തിന് പോയിട്ട് ഞാൻ തിയേറ്ററിൽ ഈ രീതിയിൽ ചിരിച്ചിട്ടുണ്ടാവില്ല. ആ രീതിയിൽ ചിരിക്കാനുള്ള കുറേ മുഹൂർത്തങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ചിരിക്കാൻ വേണ്ടി നമുക്ക് ചിരിക്കാനുള്ള കാര്യങ്ങൾ ഗിരീഷ് ഏടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പടത്തിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം, ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയ്ക്ക് ഒരു വേണ്ട സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ, മെയിനായിട്ട് സന്തോഷം, ചിരി സംഭവങ്ങൾ കൊടുക്കാൻ വേണ്ടി ഗിരീഷ് ഏടിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ 30+ ആയിട്ടുള്ള വിവാഹം കഴിക്കാത്ത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഈ സിനിമ എന്തായാലും കാണണം. നിങ്ങൾക്കുള്ള കുട്ടി എപ്പോഴെങ്കിലും വരും.